പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. കോടതിയിലെ നാടകീയ നിമിഷങ്ങൾക്ക് ശേഷം ആ വീട് പതിയെ ശാന്തമാവുകയായിരുന്നു. വിശ്വത്തെ നിർദോഷി എന്ന് തെളിയിച്ച് വേദ കുടുംബത്തിന്റെ മാനം രക്ഷിച്ചു. ആ വീടിന്റെ ഭാഗ്യം ഇനി അവളാണെന്നും വിക്രം ഒടുവിൽ വേദയെ പൂർണ്ണ മനസ്സോടെ ഭാര്യയായിട്ട് സ്വീകരിക്കുമെന്നും വിശ്വവും ശ്രീജയും ഒരുപോലെ തന്നെ ഉറച്ചു വിശ്വസിച്ചു. അതേസമയം വിക്രം തന്റെ മുറിയിൽ വേദയെ കാത്തിരിക്കുകയായിരുന്നു. അവന്റെ ചിന്തകൾ മുഴുവൻ കോടതി മുറിക്കുള്ളിലെ വേദയുടെ പ്രകടനത്തെക്കുറിച്ചായിരുന്നു. അവിശ്വസനീയമായ ആത്മവിശ്വാസത്തോടെ മൂർച്ചയേറിയ വാക്കുകൾ അവൾ വാദമുഖങ്ങൾ നിരത്തിയപ്പോൾ വിക്രമിന്റെ മനസ്സിൽ ബഹുമാനത്തിനൊപ്പം മറ്റെന്തോ ഒരു മൊട്ടിടുകയായിരുന്നു. വേദ തനിക്ക് സ്വന്തമാണെന്നൊരു തോന്നൽ ആദ്യമായി അവന്റെ ഉള്ളിൽ വേരുപിടിച്ചു. വെള്ളവുമായി മുറിയിലേക്ക് വരികയായിരുന്നു വേദ. കമലമ്മ അവളെ തടഞ്ഞു നിർത്തി. മോളെ, നിന്നെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ എന്നോട് ക്ഷമിക്കണം. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. ആ അമ്മയുടെ വാക്കുകളിൽ കുറ്റബോധം നിഴലിച്ചു. വേദ സ്നേഹത്തോടെയൊന്ന് ചിരിച്ചു. അമ്മേ എനിക്കറിയില്ലേ, എന്നോടുള്ള ഇഷ്ടക്കുറവ് അമ്മ മനഃപൂർവ്വം കാണിക്കുന്നതാണെന്നൊക്കെ എനിക്കറിയാം. ആ മനസ്സിൽ സ്നേഹം മാത്രമേ ഉള്ളൂ. അതെനിക്ക് നന്നായിട്ട് മനസ്സിലാവും. വേദയുടെ വാക്കെല്ലാം കേട്ടുകൊണ്ടായിരിക്കട്ടോ സുധാകരൻ മാഷ് അങ്ങോട്ടേക്ക് വരുന്നത്. വിശ്വത്തെ വേദ രക്ഷിച്ചത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ ഈ വീടങ്ങ് തകർന്നു പോയേനെ. പിന്നെ ശ്രീജയുടെ ജീവിതം. അന്നേരം വേദ അദ്ദേഹത്തിന്റെ വാക്കുകൾ മുറിച്ചു. എന്നെ അപ്പോഴും അന്യായിട്ടാണോ കാണുന്നത്? ഞാൻ ഈ വീട്ടിലൊരു അംഗം തന്നെയല്ലേ, അച്ഛൻ്റെ മരുമകൾ. സ്വന്തം മോളെ പോലെയല്ലേ. ഇത് എൻ്റെയും കൂടെ വീടല്ലേ. ഇവിടുത്തെ പ്രശ്നങ്ങൾ എൻ്റേതുമാണ്. അത് പരിഹരിക്കേണ്ടത് ഞാനും കൂടിയല്ലേ അച്ഛാ. വേദയുടെ ആ വാക്കുകൾക്കു മുന്നിൽ മാഷിൻ്റെയും കമലത്തിൻ്റെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞിരുന്നു. നിങ്ങൾ പോയി സമാധാനത്തോടെ കിടന്നുറങ്ങിക്കോളൂ. അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് തന്നെ വേദ നേരം വിക്രമിൻ്റെ മുറിയിലേക്ക് നടന്നു. അന്നേരം സുധാകരൻ മാഷ് പറഞ്ഞിട്ട്, കണ്ടോ കമലം, ഇങ്ങനൊരു പെൺകുട്ടിയെ മഷിയിട്ട് നോക്കിയാൽ പോലും കാണാൻ കിട്ടില്ല. ഒരു വൈരക്കല്ലാണ് അവൻ്റെ കൂടെയുള്ളത് എന്നുള്ള കാര്യം വിക്രം ഇനിയെങ്കിലും തിരിച്ചറിയുമോ എന്തോ. കമലമ്മ പറഞ്ഞിട്ട്, വിക്രമിന് വേദയെ ഇപ്പോൾ ഇഷ്ടമാണ് മാഷേ. കമല ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. വേദയെ പിരിഞ്ഞ് അവൻ ഇനി ജീവിക്കാൻ കഴിയില്ല. ഈ വീടിൻ്റെ മഹാലക്ഷ്മിയാണ് അവൾ. അങ്ങനെ വേദ മുറിയിലേക്ക് കയറി ചെല്ലുന്ന സമയത്തന്നെ വിക്രം ആലോചനയിലായിരുന്നു. എന്താ ഈ ആലോചിക്കുന്നത്? ഏത് സ്വപ്നരോഗത്തിലാണ്? ഇനി സ്വപ്നത്തിൽ ഞാനാണോ, അതോ ഇനി ആ ശ്രീനി സാറാണോ എന്ന് വേദ കളിയാക്കി ചോദിച്ചു. ഓ ഒന്ന് പോടി, വിക്രം ചിരിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്. ഞാൻ ഇന്നത്തെ കാര്യമൊക്കെ ഓർക്കുകയായിരുന്നു. കോടതിയിൽ നീ ശരിക്കും കസറി. നീ എൻ്റെ ചേട്ടനെ അതിവിദഗ്ധമായിട്ട് രക്ഷിച്ചു. അതിനെല്ലാം കാരണക്കാരൻ നിങ്ങൾ തന്നെയല്ലേ. തെളിവുകൾ തന്നതും എനിക്ക് ധൈര്യം തന്നതും നിങ്ങൾ തന്നെയല്ലേ. അപ്പോൾ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് നിങ്ങൾക്ക് തന്നെയാണ് എന്ന് പറയാണ് വേദ. അല്പനേരത്തെ മൗനത്തിന് ശേഷം വേദ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്തിനാണ് എന്നോടിങ്ങനെ മറച്ചു വെക്കുന്നത്? ഇനിയെങ്കിലും ഇതെല്ലാം ഒന്ന് അവസാനിപ്പിച്ചൂടെ? എന്നോട് സത്യം തുറന്നു പറഞ്ഞൂടെ? വേദയുടെ ചോദ്യം കേട്ടുകൊണ്ട് തന്നെ വിക്രം ചോദിക്കുന്നത് എന്ത് പറയാൻ വിക്രം ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയായിരുന്നു. ദർശൻ നിങ്ങളെ കാണാൻ വന്നിരുന്നു. എന്നെ തിരിച്ചയക്കാൻ പറഞ്ഞിട്ടും നിങ്ങൾ എന്നെ കൊണ്ടുപോയാക്കില്ല. അത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ? വേദയുടെ ചോദ്യം കേൾക്കുന്ന സമയത്തിന് വിക്രമിന് മറുപടിയൊന്നും ഇല്ലായിരുന്നു. അവൻ്റെ മൗനം സമ്മതമാണെന്ന് വേദ തിരിച്ചറിഞ്ഞു. ആ ഇഷ്ടം എപ്പോഴാണ് നിങ്ങൾക്ക് തോന്നി തുടങ്ങിയത്? വേദയുടെ ആ ചോദ്യം അതൊരു നേർക്കുനേരെയുള്ള ചോദ്യമായിരുന്നു. വിക്രമിനി ഒന്നും തന്നെ ഒളിച്ചു വെക്കാൻ കഴിയില്ലായിരുന്നു. അവൻ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് വേദയുടെ മുഖത്തേക്ക് നോക്കാൻ അല്പം ചമ്മലോടെ അവനൊന്ന് പതറി തുടങ്ങി. പിന്നീട് വിക്രം തൻ്റെ മനസ്സ് തുറക്കുന്നുണ്ട്. വിക്രം വേദയോട് പറയുന്നുണ്ട്, എപ്പോഴാണ് എനിക്ക് നിന്നോട് ഇഷ്ടം തോന്നിയതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എപ്പോഴൊക്കെയോ നീ എൻ്റെ മനസ്സിൽ കടന്നുകൂടി. അത് സത്യമാണ്. എനിക്കൊരു ആപത്ത് വന്നപ്പോഴേക്കും നീ എന്നെ രക്ഷിക്കാൻ ഓടിയെത്തിയില്ലേ? ആ കാട്ടിൽ നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞ നിമിഷങ്ങൾ എന്നെ ആർക്കും വിട്ടുകൊടുക്കാതെ നീ സംരക്ഷിച്ചത്. അപ്പോഴൊക്കെ എൻ്റെ മനസ്സൊന്ന് പാളിപ്പോയി. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ആദ്യമായിട്ടാണ് ഒരു പെണ്ണിനോട് ഈ വിക്രമിന് ഒരടുപ്പവും സ്നേഹവും തോന്നുന്നത്. അത് നിന്നോടായിരുന്നു. വിക്രമിൻ്റെ വാക്ക് കേൾക്കുന്ന സമയത്തന്നെ വേദയുടെ കണ്ണുകൾ വിടർന്നു. നിന്നെ എനിക്ക് ആർക്കും വിട്ടുകൊടുക്കാൻ മനസ്സ് വരുന്നില്ല. അവൻ തുടർന്നു. നീ കൂടെ വേണമെന്ന് എൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്നു. അതിനി കൂട്ടുകാരിയാണോ, കാമുകിയാണോ, ഭാര്യയാണോ എന്നൊന്നും അറിയില്ല. എനിക്കിപ്പോൾ നീ എൻ്റെ എല്ലാമാണ്. എപ്പോഴൊക്കെയോ അറിയാതെ ഈ വേതാളത്തെ ഞാൻ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. അതാണ് സത്യം. ആ വാക്ക് കേട്ടതോടുകൂടി തന്നെ വേദയുടെ മുഖം നാണത്താൽ കുനിഞ്ഞു. അവളുടെ കള്ളച്ചിരി കണ്ട് വിക്രം ചോദിച്ചു, എന്താ നിനക്ക് നാണം വന്നോ? ആ മുറിയിൽ രണ്ട് മനസ്സുകൾ ഒന്നാവുകയായിരുന്നു. എന്നാൽ മറ്റൊരു മുറിയിൽ അസൂയയുടെയും പകയുടെയും കനലുകൾ എരിയുകയായിരുന്നു. നന്ദിനി ഉറങ്ങാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. വേദയുടെ ജീവിതം അവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഈ വീട്ടിലെ നന്മമരമായി വിളക്കായി അവൾ അങ്ങനെ കത്തിപ്പടരണ്ട. ഞാൻ അതണക്കും. നന്ദിനി പല്ലെറിമിക്കൊണ്ട് തന്നെ പറഞ്ഞു. അങ്ങനെ നന്ദിനി ഉടൻ തന്നെ ഫോണെടുത്ത് രാധയെ വിളിച്ചു.
നീ ഒന്നും അറിഞ്ഞില്ലേ രാധേ, ഇവിടുത്തെ ഹീറോയിൻ ആയിരിക്കുകയാണ് ഇവിടുത്തെ വേദ. വിശ്വത്തെ അവൾ രക്ഷിച്ചു. ഇപ്പോൾ വിക്രമിനും അവളെ മതി. നിനക്ക് വിക്രമിനെ നഷ്ടപ്പെട്ടു. നിനക്കിനി ഒരിക്കലും വിക്രമിനെ കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നന്ദിനി രാധയുടെ മനസ്സിലേക്ക് വിഷം കുത്തി നിറക്കുകയാണ്. അത് കേട്ടതോടുകൂടി തന്നെ രാധയുടെ ശബ്ദമിടറി ചോദിക്കുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ലല്ലോ എന്നോട് പറഞ്ഞത്, അത് പണ്ടല്ലേ. ഇപ്പം ഏതായാലും ആ വേദ അവനെ വളച്ചൊടിച്ചു. ഇതിപ്പോൾ കണ്ടില്ലേ, ഒരു പ്രശ്നം വന്നപ്പോഴേക്കും രണ്ടും കൂടി ചേർന്നിട്ടാണ് തെളിവുകളെല്ലാം തന്നെ കണ്ടുപിടിച്ചത്. നീ ഇങ്ങനെ മിണ്ടാതെ നടന്നാൽ നിനക്ക് അവനെ കിട്ടില്ല രാധേ. നിനക്ക് വിക്രമിനെ വേണമെങ്കിൽ എങ്ങനെയെങ്കിലും ആ വേദയെ അവിടെ നിന്നും തുരത്തണം, അല്ലെങ്കിൽ പിന്നെ നീ അവനെ അങ്ങ് മറന്നേക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടോ നന്ദിനി ക്രൂരമായി ചിരിച്ചുകൊണ്ട് തന്നെ ഫോൺ കട്ട് ചെയ്യുന്നത്. രാധയെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വേദയെ വീട്ടിൽ നിന്നും എന്നേക്കുമായിട്ട് പുറത്താക്കാൻ വേണ്ടിയിട്ട് നന്ദിനി പദ്ധതിയിട്ടു. അതേസമയം വിക്രമിനെയും വേദയെയും തമ്മിൽ അകറ്റി എങ്ങനെയെങ്കിലും വിക്രമിനെ സ്വന്തമാക്കണമെന്ന് രാധ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. നന്ദിനിയും രാധയും രണ്ട് വഴിക്കായിട്ട് പദ്ധതിയിടുന്ന സമയത്താണെങ്കിൽ വിക്രമും വേദയാണെങ്കിൽ ഇതൊന്നും അറിയാതെ അവരുടെ രണ്ടുപേരുടെയും മനസ്സുകൾ തന്നെ കൈമാറിയിരുന്നു. ഒരിക്കലും പിരിയാൻ പറ്റാത്ത വിധം തന്നെ വിക്രമും വേദയും തമ്മിൽ അടുത്തിരിക്കുന്ന ഒരു അടിപൊളി സൂപ്പർ റൊമാൻറ്റിക് എപ്പിസോഡുകളാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.